ഇനി മറ്റു വാർത്തയിലേക്കാണ്. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ഇന്ന് പരിഗണിക്കും. പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയ സെഷൻസ് കോടതിയുടെ നടപടികൾക്കെതിരെ ശക്തമായ ആക്ഷേപമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. ആദ്യ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞ ഉത്തരവ് രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം നൽകുന്നതിന് സെഷൻസ് കോടതിയെ സ്വാധീനിച്ചുവെന്ന് സർക്കാർ വാദിക്കുന്നു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, നമ്മൾ ഇന്നലെ ഒളിവ് ജീവിതത്തിന് ശേഷം തിരിച്ചെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കണ്ടു. ഇന്നലെയാണ് നമുക്ക് ദിവസങ്ങൾക്ക് ശേഷം MLA കാണാൻ സാധിച്ചത്, കണ്ടുകിട്ടിയത്. എന്തായാലും ഒരു വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള റീ എൻട്രി ആയിരുന്നു MLAയുടേതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴെന്തായാലും MLAയ്ക്ക് കുരുക്ക് മുറുക്കാൻ വേണ്ടി സർക്കാർ മുന്നിട്ടിറങ്ങുമ്പോൾ ഇന്ന് അത് ഹർജി പരിഗണിക്കുമോ എന്ന് മനസ്സിലാക്കണം. ഭവ്യ, KPCCക്ക് ബലാത്സംഗം ആരോപിച്ച് യുവതി അയച്ചിരിക്കുന്ന മെയിൽ കൃത്യമായി അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ബലാത്സംഗം ആരോപിക്കാൻ കഴിയില്ല എന്നുള്ള സെഷൻസ് കോടതിയുടെ നിരീക്ഷണം അപക്വമാണ് എന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ ഉന്നയിക്കുന്നത്. അത് പ്രത്യേകിച്ചും സെഷൻസ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ വസ്തുതകൾ പരിശോധിക്കാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകിയത് എന്നുള്ള ആരോപണമാണ് സർക്കാർ ഉന്നയിച്ചിരിക്കുന്നത്. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ്. ഇതൊക്കെ പരിഗണിക്കാതെയാണ്, അതായത് നിരവധി ബലാത്സംഗ പരാതികൾ രാഹുലിനെതിരെ വരുമ്പോഴും മുൻകൂർ ജാമ്യം നൽകിയ നേരത്തെ, അതായത് ആദ്യ കേസിൽ മുൻകൂർ ജാമ്യം നൽകിയ തീരുമാനം രണ്ടാമത്തെ കേസിൽ നൽകുന്നതിൽ സ്വാധീനിച്ചു എന്നുള്ളതാണ് സർക്കാർ നിരീക്ഷണം. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഈ കാര്യം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഇന്ന് ആ ഹർജി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമതായി നൽകിയ KPCC നേതൃത്വത്തിന് ബാംഗ്ലൂരുവിൽ താമസിക്കുന്ന പെൺകുട്ടി തന്നെ ഹോം സ്റ്റേയിൽ എത്തിച്ച് വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്ന് നൽകിയിരിക്കുന്ന പരാതിയിൽ വേണ്ടത്ര വസ്തുതകൾ പരിശോധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സർക്കാർ കോടതിയെ ബോധിപ്പിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇന്ന് വീണ്ടും ആ ഹർജി പരിഗണിക്കുമ്പോൾ സർക്കാർ ഹൈക്കോടതിയിൽ പ്രധാനമായും സെഷൻസ് കോടതി ഏത് സാഹചര്യത്തിലാണ്, സെഷൻസ് കോടതി വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാതെയാണ് ഈ മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ള സാഹചര്യം പോലും കോടതി പരിഗണിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് കോടതിയിൽ സർക്കാരിന് ബോധിപ്പിക്കാൻ പോവുക. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഹർജി ഹൈക്കോടതിയിലുള്ളത്. ഇന്ന് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ഭവ്യ, ഇത്തരത്തിൽ ഇന്ന് ഈ ഹർജി കോടതി പരിഗണിക്കാനിരിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ ഇത് കോൺഗ്രസിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് കരുതാൻ സാധിക്കുമോ? കാരണം ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും പലതവണ ജനങ്ങളെ ഇങ്ങനെ ഞങ്ങൾക്ക് യാതൊരു ബന്ധവും രാഹുൽ മാങ്കൂട്ടവുമായി ഇല്ല എന്ന് കോൺഗ്രസ് പറയാൻ ശ്രമിക്കുമ്പോഴും ജനങ്ങൾ ആരും അത് വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി ഇന്നലെയും കൂടി കേട്ടതാണ് ഒരു വെൽ ഡ്രാഫ്റ്റഡ് പരാതി KPCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് വന്നത്. ഇത് വെൽ ഡ്രാഫ്റ്റഡ് ആണെന്ന് KPCC പ്രസിഡന്റ് പറയുന്ന സാഹചര്യത്തിൽ അത് തള്ളാൻ വേണ്ടി VD സതീശൻ മെനക്കെടുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ വീണ്ടും ഇന്ന് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കുരുക്ക് മുറുകുമ്പോൾ കോൺഗ്രസിന് അത് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധം ആവുമോ? ആജ്ഞ, ഭവ്യ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വന്ന കാലം മുതൽ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലാണ് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്തെത്തിയ ഒരു വർഷത്തിനകം നിരവധി പരാതികൾ, പ്രത്യേകിച്ചും ഇത്തരത്തിൽ നിരന്തരം ബലാത്സംഗ പരാതികളും ഗർഭം അലസിപ്പിക്കൽ പരാതികളും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാൻ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു എന്നിരുന്നു. പക്ഷേ അവസാന ഘട്ടമായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് കോടതി ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യം തേടുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോവുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കാതിരിക്കുന്ന, അതായത് മുൻകൂർ ജാമ്യം ഇല്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ ജാമ്യ കാലാവധി ജാമ്യം പരിഗണിക്കുന്ന സാഹചര്യം നീട്ടിവെക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഈ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിരുന്നു. കോൺഗ്രസിന് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല എന്നാണ് ഉറക്കെ നേതാക്കന്മാർ ആ സമയത്തൊക്കെ പ്രഖ്യാപിച്ചതും അങ്ങനെയാണ്. നമുക്കറിയാം, സണ്ണി ജോസഫിൻ്റെ പ്രതികരണം അറിയാം, VD സതീശൻ്റെ പ്രതികരണം അറിയാം. VD സതീശൻ ആദ്യഘട്ടം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കണമെന്നുള്ള നിലപാട് ശക്തമായി മുന്നോട്ട് വെച്ചിരുന്നു. എന്നിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ കോൺഗ്രസിൽ തന്നെയുണ്ട്. അവരും ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഇവർ തമ്മിലുള്ള ഒരു അസ്വാരസ്യത്തിനും പ്രശ്നങ്ങൾക്കുമൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം വോട്ട് ചെയ്യാനും ഒക്കെ പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ അത് വീണ്ടും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്.
ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ സർക്കാർ ഇത്തരത്തിലൊരു ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തുന്ന സാഹചര്യത്തിൽ സർക്കാർ കോൺഗ്രസിനെതിരെ, പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാർ കോൺഗ്രസിനെതിരെ തീർക്കുന്ന ഒരു വലിയ പ്രതിരോധം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പുറത്താക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെക്കാം, അല്ലെങ്കിൽ രാജിവെക്കാതിരിക്കാം, ഇത്തരം കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് തീരുമാനിക്കാമെന്ന് കോൺഗ്രസ് നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന നീക്കമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇനി ഹൈക്കോടതി ഈ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയുടെ തീരുമാനത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്, അതല്ലെങ്കിൽ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭവ്യ, ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ സെഷൻസ് കോടതി വേണ്ടത്ര തെളിവുകളും വേണ്ടത്ര കാര്യങ്ങളും പരിഗണിച്ചില്ല. അതായത് ബലാത്സംഗ കുറ്റം ഇതിൽ ആരോപിക്കാനുള്ള സാഹചര്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജില്ലാ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം അനുവദിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്. അത് അത്തരത്തിലൊരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഹർജിയിലൂടെ ഉന്നയിക്കുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ടും മുൻകൂർ ജാമ്യം അനുവദിക്കരുത്, രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ള സാഹചര്യവും സെഷൻസ് കോടതിയുടെ മുൻകൂർ ജാമ്യം പുനഃപരിശോധിക്കണമെന്നും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു വന്നിരിക്കുന്നത് കോൺഗ്രസിനെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്നുമുണ്ട്. ഭവ്യ. ആജ്ഞ രവീന്ദ്രനാഥ് വിവരങ്ങൾ നൽകി. പാലക്കാട്ടെ ഫ്ളാറ്റിൽ നിന്ന് ഒഴിയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അസോസിയേഷൻ നോട്ടീസ് നൽകി. ഈ മാസം 25-നകം ഒഴിയണമെന്നാണ് നിർദ്ദേശം. മറ്റ് ഫ്ളാറ്റ് നിവാസികൾക്ക് ബുദ്ധിമുട്ടാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. ഉടൻ ഒഴിയാമെന്ന് രാഹുൽ അറിയിച്ചിട്ടുണ്ട്. പ്രജിത്ത് കോങ്ങാടുണ്ട് വിവരങ്ങളുമായി. പ്രജിത്ത്, ഈ നിരന്തരം പോലീസ് അടക്കം മാധ്യമങ്ങളടക്കം അങ്ങോട്ടേക്ക് എത്തുന്നതിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തിലായിരിക്കുമല്ലേ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഫ്ളാറ്റ് ഒഴിയാനുള്ള ഒരു നിർദ്ദേശം അവിടുന്ന് വന്നത്? ഭവ്യ, കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് കുന്നത്തൂർ മറ്റുള്ള ഈ ഫ്ളാറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അത് വാടകയ്ക്ക് എടുക്കുന്നത്. അത് നഗരത്തിൽ തന്നെയാണ് ഈ ഫ്ളാറ്റ് ഉള്ളത്. അതിൽ ഒരുപാട് VIP ആളുകളും ഫ്ളാറ്റിൽ തന്നെ ഉണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ കേസ് വന്നപ്പോൾ തന്നെ ഈ മാധ്യമപ്രവർത്തകരും SITയും പോലീസും സ്ഥിരം ഫ്ളാറ്റിൽ വരാറുണ്ടായിരുന്നു. അത് മറ്റു ഫ്ളാറ്റിലെ ഉള്ള ആളുകൾക്ക് അസൗകര്യമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഈ മാസം 25-നകം രാഹുൽ മാങ്കൂട്ടം MLA ഫ്ളാറ്റിൽ നിന്ന് ഒഴിയണമെന്ന് അസോസിയേഷൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ഒഴിയ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നതും. ഈ ഒരു സാധനങ്ങളും രാഹുൽ മാങ്കൂട്ടം ഈ 25-ാം തീയതിക്കുള്ളിൽ അവിടെ നിന്ന് മാറ്റാം എന്നും അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഭവ്യ. പ്രജിത്ത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്.